നടനും അവതാരകനുമായ രാജേഷ് കേശവിനെ വിദഗ്ധ ചികിത്സയ്ക്കായി തമിഴ്നാട്ടിലെ വെല്ലൂർ ആശുപത്രിയിലേക്ക് മാറ്റി. എയർ ആംബുലൻസ് മുഖേനയാണ് രാജേഷിനെ കൊച്ചിയിൽ നിന്നും വെല്ലൂരിലേക്ക് കൊണ്ടുപോയത്. ശ്യാം പ്രസാദ് ഉത്തുവാൻ വിവരങ്ങളുമായിട്ടുണ്ട്. ശ്യാം, കുറേ ദിവസങ്ങളായി ഒരു സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട പരിപാടി കഴിഞ്ഞ ഉടനെയാണ് രാജേഷിന് ഇങ്ങനെയൊരു അത്യാഹിതം സംഭവിച്ചത്. അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള തീവ്ര ശ്രമം നടക്കുന്നു. ഇപ്പോഴെങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം സംബന്ധിച്ച അപ്ഡേറ്റ്? എപ്പോഴാണ് വെല്ലൂരിലേക്ക് എത്തിച്ചത്? ദിവിഷ, ഇക്കഴിഞ്ഞ 29 ദിവസങ്ങളിലായി കൊച്ചിയിലെ ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ ചികിത്സയിലായിരുന്നു രാജേഷ് കേശവ്. എന്നാൽ ആ ചികിത്സയിൽ കാര്യമായ രീതിയിലുള്ള പുരോഗതി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് അടിയന്തര വിദഗ്ധമായ ചികിത്സ വേണ്ട ഒരു സാഹചര്യം കൂടിയായി. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് എയർ ആംബുലൻസിൽ രാജേഷ് കേശവിനെ വെല്ലൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത്. വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് അല്പം മുമ്പാണ് കൊച്ചിയിലെ ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ നിന്നും എയർ ആംബുലൻസ് മുഖേന വെല്ലൂരിലേക്ക് കൊണ്ടുപോയത്. നെടുമ്പാശ്ശേരിയിൽ ആംബുലൻസ് വഴി രാജേഷിനെ എത്തിച്ച ശേഷം എയർ ആംബുലൻസ് എത്തി വെല്ലൂരിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ ഇനി വിദഗ്ധ ചികിത്സ ഉറപ്പാക്കി എത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തെ പഴയ പോലെ സ്റ്റേജുകളിലേക്കും മറ്റും എത്തിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും മറ്റുമൊക്കെ ലക്ഷ്യമിടുന്നത്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 24-ാണ് ഒരു പരിപാടിക്കിടെ വേദിയിൽ വെച്ച് കുഴഞ്ഞു വീഴുകയും തുടർന്ന് ഹാർട്ട് അറ്റാക്ക് അനുഭവപ്പെടുകയും ഒക്കെ ചെയ്തത്. അങ്ങനെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. ഇന്നിപ്പോൾ രാജേഷിനെ വെല്ലൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശരി, എന്തായാലും വേഗത്തിൽ സുഖപ്പെടട്ടെ എന്നാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരൊക്കെ പ്രാർത്ഥിക്കുന്നത്.